ദുരന്തർ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് രാഹുൽ ഗാന്ധിയാണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ്, ദുരന്തർ പ്രൊഡ്യൂസ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രൊപ്പഗാൻഡ സിനിമ എടുക്കണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് ഒന്നുമല്ല, അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. കോൺഗ്രസിൽ ഇപ്പൊ നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി തന്നെയാണ്. റൂളിംഗ് പാർട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഉപയോഗിച്ച് തന്നെ രാഹുൽ ഗാന്ധി തന്റെ ഫേവറിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മോഡേൺ പൊളിറ്റിക്സ്. സാധാരണക്കാര് നമ്മൾ എന്താ വിചാരിക്കുക, ദുരന്തർ സിനിമ അത് BJPക്ക് വേണ്ടി എടുക്കുന്നതാണ്, ഇലക്ഷൻ ടൈമിൽ അത് റിലീസ് ചെയ്തു, അത് BJPക്ക് ഗുണം ചെയ്യുമെന്ന്. പക്ഷെ അതൊരു തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ഒപ്പോണന്റിന് ഇത് നറേറ്റീവ് ചെയ്ത് കൗണ്ടർ ബിൽഡ് ചെയ്യാൻ ഈ സിനിമ നന്നായിട്ട് ഉപകാരപ്പെടും. ദുരന്തർ ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് ഞാൻ പേഴ്സണലി പറയില്ല. കാരണം കാണ്ടഹാർ, പാർലമെന്റ് അറ്റാക്ക്, കാർഗിൽ വാറ്, പുൽവാമ, ഈ താജ് ഹോട്ടലിലെ ദുരന്തം, ISIലെ മുസ്ലിം ഭീകരർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ കൊന്നിട്ട് പോയത് തന്നെയാണ്. ഇതൊരു ചരിത്രമാണ്. ഈ നടന്ന സംഭവം സിനിമയിൽ കാണിക്കുമ്പോൾ അതെങ്ങനെ പ്രൊപ്പഗാൻഡ സിനിമയാവും? എന്തായാലും ഇതിന്റെ ഫസ്റ്റ് പാർട്ടിന് 1000 കോടി കളക്ഷൻ കിട്ടി എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് മാത്രം പേര് കൊടുത്ത രാഹുൽ ഗാന്ധിക്ക് അതിന്റെ ഷെയർ ആയിട്ട് എങ്ങനെയായാലും 30% കിട്ടും. അതായത് 300 കോടിയെങ്കിലും രാഹുൽ ഗാന്ധി ഈ ഒരു സിനിമയിലൂടെ തന്നെ സമ്പാദിച്ചിട്ടുണ്ടാവും. ഇത് BJPക്ക് വേണ്ടി എടുത്ത സിനിമയാണെന്ന് പറയുമ്പോൾ എന്താ സാധാരണ ഉണ്ടാവുക? ഒപ്പോസിഷൻ ഇത് ചലഞ്ച് ചെയ്യും. ചലഞ്ച് ചെയ്യുമ്പോൾ ഒരു ഡിബേറ്റ് ആണ് ഉണ്ടാവുക. ഡിബേറ്റ് ഉണ്ടെങ്കിലോ വിസിബിലിറ്റിയും കൂടും. രാഹുൽ ഗാന്ധിയുടെ വോയിസ് ആംപ്ലിഫൈ ആവും. രാഹുൽ ഗാന്ധിയുടെ മീഡിയ സ്പേസ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവുകയും ചെയ്യും.